നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എവിടെയാണ്, നമ്മൾ സ്കൂളിൽ വേറെ എവിടെ പോകാമെന്ന്. അതെ ഗൈസ്, നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പം അതിൻ്റെ വലിയ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കയ്യിൽ. പോകുന്ന ഫുഡ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം പോകുന്ന വിശേഷങ്ങളും കടൽ കാഴ്ചകളും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ആകാശ കാഴ്ചകൾ മീനും നമുക്ക് കാണിക്കുന്നതായിരിക്കും. ടാറ്റ പറയണേ. ഫുനദു ഐലൻഡിലെ ഡൊമസ്റ്റിക് എയർപോർട്ടാണിത്. ചെറിയൊരു എയർപോർട്ടാണിത്. ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ ഫ്ലൈറ്റിന് ഞാൻ ഇപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ബോർഡിങ് ഏരിയ. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് ഇതായി ഇപ്പം വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലാണ് നമ്മൾ മാലേക്ക് പോകുന്നത്. ഇങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. ഇതാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ചെറിയ ഫ്ലൈറ്റാണ്. Luggage should now be stored in the overhead lockers or under the seat in front of you, and please open the window blinds. For safety reasons, it is forbidden to use laptop, mobile phones and other portable electronic devices during taxi, takeoff and landing. Smoking anywhere on this aircraft and tampering with the lavatory smoke detector is prohibited by law.
ഇതാണ് മാലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എക്സിറ്റ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് തിരിഞ്ഞ് അവിടെ ഒരു ടാക്സി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ടാക്സി എടുത്തിട്ട് വേണം നമുക്കിനി റൂമിലോട്ട് പോകാനായിട്ട്. റൂമൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ടാക്സി ലൈന്. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സിയുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാക്സി എടുത്ത് നമുക്ക് റൂമിലോട്ട് പോകാം. ഇപ്പം നിങ്ങൾ ആ കാണുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ്റെ ടാക്സിയിലാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വേറെ പല ആൾക്കാരും കാണും. അപ്പം മാലയിലോട്ടുള്ള ആൾക്കാർ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു ഓൾറെഡി. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ റൂം. സോ ഹായ് ഗായ്സ്, ഞങ്ങൾ മാലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അതെ, ഭയങ്കരമായിട്ട് അറിയാന്മാർ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഈവനിങ് കഫേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈവനിങ് കഫേ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ എല്ലാ ഫുഡും കിട്ടും, അല്ലേടാ? ഇന്ത്യൻ ഫുഡ് അതെ, എല്ലാം കിട്ടും. അപ്പം അത് കഴിക്കാൻ വേണ്ടി പോകണം. അവിടുത്തെ ഒരു ആംബിയൻസും മെനുവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വരുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം. ബൈ. സോ ഗായ്സ്, അതാണ് നമ്മുടെ ഈവനിങ് കഫേ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കേരള ഫുഡ്സ് കിട്ടും. ഒത്തിരി മലയാളികളുണ്ട്. ഞങ്ങളുടെ ഒരു സ്ഥിര സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് പോയിട്ട് അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മുടെ മെനു വന്നിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നോക്കണേ, നമുക്ക് ഒത്തിരി നമ്മുടെ കേരള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതാണ് നമ്മുടെ സദ്യ. ഇതെന്തായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മുകളിലത്തെ എന്തോ ഒരു ഐറ്റം ഉണ്ട് ഗൈസ്. ഇത് മട്ടനാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മുട്ടക്കറി, ചപ്പാത്തി ഇവിടെ ഉണ്ട്, മിക്സ് കൊത്ത്. ഇതിൻ്റെ കൂടെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, പക്ഷേ മറന്നു. ഫുഡിൻ്റെ ഒരു ക്ലിപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. വിശന്ന് തളർന്ന് ലഗേജൊക്കെ ചുമന്ന് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ BDF ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെ നല്ല ഏലക്കിട്ട് ഒരു ചായ കൂടെ ചായ. അതെ, നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എപ്പോഴും ഇല്ല, നീ പറഞ്ഞോ. നല്ലതായിരിക്കും ചായ. നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ഈവനിങ് കഫേയിൽ വന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. നമുക്ക് ഈ നമ്മുടെ കേരള ഫുഡിനെ ഇങ്ങനെ മിസ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ കിട്ടുമ്പോഴല്ലോ സ്വർഗമാണ്. ഇതാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ മാൽദീവ്സിലെ റോഡ്സൊക്കെ. നമുക്ക് നോക്കിയാൽ കാണാം, ഷോപ്സൊക്കെ കാണാം, ഇഷ്ടംപോലെ വണ്ടികൾ കാണാം. പക്ഷെ എനിക്ക് ഇന്ന് കുറച്ച് റഷ് കുറവാണ്. എനിക്ക് ഈ സമയം ആയതുകൊണ്ടായിരിക്കും. നൈറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ലൈവ്ലി ആണ്, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണിത്. ഗൈസ്, മാലയിലെ സുപ്രീം കോർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. ഇതാണ് സുപ്രീം കോർട്ട് ഓഫ് മാൽദീവ്സ്. സുപ്രീം കോർട്ട് ഓഫ് മാൽദീവ്സ്. തിരിഞ്ഞ് നമ്മൾ പീപ്പിൾസ് ചോയ്സ് ഇവിടുത്തെ ഒരു എന്താ നമ്മുടെ KSRTC ഇവിടുത്തെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടാണിത്. അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം പീപ്പിൾസ് ചോയ്സിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ലുലു മാളാണിത്. ലുലു മാൾ എന്ന് പറയാം. STO പീപ്പിൾ ചോയ്സ്. എവിടെ ചോയ്സ്? എവിടെ? ചോയ്സ്. നമ്മളിവിടേക്ക് കയറാൻ പോവുകയാണ്. വലതുകാല് വെച്ച് കയറും. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം. ഗൈസ്, STOയിൽ വന്നിട്ട് ഞങ്ങൾ വളരെ ഗംഭീരമായ ഷോപ്പിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി, ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു. ഇതാ നിങ്ങൾ കാണും. നമ്മുടെ കാർട്ട് കണ്ടാൽ ഇവിടെ മേടിച്ചതാണെങ്കിലും ഇത് ഞാൻ മേടിച്ചതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിസി ആയിട്ടുള്ള മാല ജംഗ്ഷനാണ്. നാലുംകുടി ജംഗ്ഷനാണ് കാണുന്നത്.
ഹായ് ഗൈസ്, എടീടി ഇങ്ങോട്ട് പഠിക്കും. ഈവനിങ് കഫേയുടെ ഒരു അകത്തെ ഒരു വ്യൂ ആണിത്. നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പോയ രശ്മിനെ ഞാൻ വിളിച്ചിറക്കിയതാണ്. ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ വീണ്ടും കഴിക്കാൻ വന്നേക്കുവാണ്. നമ്മൾ എന്താണ് ഓർഡർ ചെയ്തേക്കുന്നത്? എന്താണ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യുക? എന്താണെന്ന്? എന്തായിരിക്കും? നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മസാല ദോശ. പിന്നെ എനിക്ക് തൈര് കിട്ടി ഗൈസ്, തൈര് കിട്ടി. ഫൈനലി അവർക്ക് തൈര് കിട്ടി. 20 റുപ്യ തൈര്, 20 റുപ്യ. അത് ചെന്നിട്ട് വേണം ഇനി എനിക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് വരുമ്പോൾ വീഡിയോ എടുത്ത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടക്കാം. അതെ, ഞങ്ങൾ കുറച്ചധികം പരിപാടി. ക്ഷമിക്കണം ഗൈസ്, എപ്പോഴത്തെ പോലെ ഇത്തവണയും ഞങ്ങൾ ഫുഡ് വന്നപ്പോഴത്തേക്കിന് നിങ്ങളെ മറന്നു പോയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതൊക്കെ ഞാനിവിടെ രാജാവേ അതിനെ വിളിക്കാൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിക്കുന്നത്. ഇത്രയും അലമ്പ് ടേബിള് വേറെ രണ്ട് കണ്ടു. സരസമ്മയാണ് സരസമ്മ. ഞാൻ ആദ്യം ചായ പോയി. ഞാൻ ആദ്യം വീഡിയോ കോൾ ചെയ്താണ് ഗൈസ്. അപ്പോഴാണ് ഇതെല്ലാം അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. പെർഫ്യൂമിൻ്റെ കമനീയ ശേഖരം എന്ന് പറയുന്ന സംഭവം നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് പെർഫ്യൂംസ് എടുക്കാറുള്ളത്. ഇവിടെ കസ്റ്റം മെയ്ഡായിട്ട് നമുക്ക് പെർഫ്യൂംസ് കിട്ടുന്നതാണ്. സോ നമുക്ക് ഫൈനലി നമ്മുടെ രാത്രിയിലെ കലാപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ടു റൂമാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാളെ രാവിലത്തെ കാഴ്ചകളാണ്. Om zimam bing bing boo, tum सस्ते न से तार चिपक गई छाती से. Om zimam bing bing boo, tum सस्ते न से tum तार है ढीली. कौन कसे 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 कौन कसे. ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो. सस्ते न से tum सस्ते न से लूप में ट्यून बजा के थोड़ा हिट होने दो. ഹായ് ഗായ്സ്, ഹായ് എവ്രി വൺ. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മാലയിൽ ഞങ്ങളിതാ ഇവിടെ പെട്ടിയും ബൈക്ക് ചെയ്ത് ടാക്സിയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലോട്ട് പോകുന്നു. അവിടെ പോകുന്നു ശേഷം നമ്മൾ എയർപോർട്ടിൽ പോകും, നാട്ടിൽ പോകും. അതെ, ഇവിടെയുള്ളൂ ഭയങ്കര ബിസിയാണ്. അതെ ആദു മാലയിലെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM ആണിത്. ഇത് MVR അക്കൗണ്ടിൻ്റെ ATM. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് USDയുടെ ATM.
ഫൈനലി ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി പയ്യെ പെട്ടിയും എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.